കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻ്റർവ്യൂ ചെയ്തു. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ ആളാണ്. 4-5 വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. ലറാവൽ, കോർഡിനേറ്റർ, അങ്ങനെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഒക്കെ അറിയാം. ഒരുപാട് ബിസിനസ് ഡൊമൈൻ ആപ്ലിക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഉദ്യോഗാർത്ഥിയുടെ സാങ്കേതിക പരിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നോർമലി ഒരു യൂഷ്വൽ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത് പോലെ ലറാവലിനെ കുറിച്ചൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിച്ചില്ല. PHP സിൻടാക്സ് ചോദിച്ചില്ല. ഫ്രെയിം വർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഞാൻ ചോദിച്ചില്ല. പകരം വളരെ ചെറിയ ഒരു പ്രോബ്ലം സോൾവിങ് എക്സസൈസ് കൊടുത്തു. കാരണം എനിക്കറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. ഒരു പുതിയ ഒരു പ്രോബ്ലം മുന്നിൽ വന്നാൽ ആ ഉദ്യോഗാർത്ഥി എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് എനിക്കറിയേണ്ടത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷമുള്ള അതിഭയങ്കരമായ പരിശ്രമത്തിന് ശേഷം കാൻഡിഡേറ്റ് എന്നോട് പറഞ്ഞു, സോറി, എനിക്കിത് പരിഹരിക്കാൻ കഴിയുന്ന പ്രോബ്ലം എല്ലാം തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സപ്പോർട്ട് വേണം? ഷീ സെഡ്, ഐ കാൺട്ട് ഡു ഇറ്റ്, ഐ എം ക്വിറ്റിംഗ്. ഈ വീഡിയോ ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ളതല്ല. ഇത് ഇന്ന് മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല, ഈ ഒരു ദിവസം മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല. ഇതിനു മുമ്പും ഒരുപാട് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഡെവലപ്പേഴ്സിന് മികച്ച ടൂൾസ് ഉണ്ട്. ChatGPT ഉണ്ട്, കേസർ ഉണ്ട്, കോപൈലറ്റ് ഉണ്ട്. സത്യത്തിൽ AI ഒരു വലിയ റെവല്യൂഷനൊക്കെ തന്നെയാണ്. ദിവസവും ഞാനും ഉപയോഗിക്കുന്നുണ്ട് AI. പക്ഷേ AI നമ്മുടെ ചിന്തയല്ല റീപ്ലേസ് ചെയ്യേണ്ടത്, പകരം നമ്മുടെ ചിന്തയെ അത് ആംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. 1 മണിക്കൂർ ChatGPT ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോബ്ലം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമുക്ക് കഴിയുമോ? റിക്വയർമെന്റ്സ് മനസ്സിലാക്കാൻ കഴിയുമോ? എഡ്ജ് കേസസ് കണ്ടെത്താൻ കഴിയുമോ? പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുമോ? കാരണം അതാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് എന്നാൽ വെറും സിൻടാക്സ് പഠിച്ചെടുക്കുന്നതല്ല, ഫ്രെയിംവർക്ക് പഠിക്കുന്നതല്ല, AI ടൂൾസ് ഉപയോഗിച്ച് കോഡ് ജനറേറ്റ് ചെയ്യുന്നതല്ല. എഞ്ചിനീയറിംഗ് എന്നാൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് ടാലൻറ്റിനെ കണ്ടെത്തുന്നതാണ്. ടൂൾസ് ഒരുപാട് അറിയാം എല്ലാവർക്കും. പ്രോബ്ലം സോൾവിങ് ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല ആരും. പേടിക്കേണ്ട. ഗുഡ് ന്യൂസ് എന്തെന്നാൽ പ്രോബ്ലം സോൾവിങ് ഒരു ടാലൻറ്റേ അല്ല, സ്കില്ലാണ്. അടുത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നു ഇതിനുള്ള ഒരു പ്രശ്ന പരിഹാരവുമായിട്ട്. കാത്തിരിക്കൂ.